ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഓഫ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതുപോലത്തെ ഒരു ചുഴി ഉണ്ടാക്കുന്ന മെഷീനാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു 12 വോൾട്ട് DC കൂളിംഗ് ഫാനാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബട്ടൺ സൈസുള്ള നിയോഡിയം മാഗ്നറ്റ് ആണ്. ഇവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നിയോഡിയം മാഗ്നറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു നിയോഡിയം മാഗ്നറ്റും കൂടി ഈ ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ രണ്ട് മരത്തിൻ്റെ പീസുകളാണ്. കൂളിംഗ് ഫാനിൻ്റെ ഈ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. മരത്തിൻ്റെ പീസ് ഒട്ടിക്കുമ്പോൾ മാഗ്നറ്റിൻ്റെ മൂവ്മെൻറ്റിന് പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിലാണ് ഒട്ടിക്കാനായിട്ട്. ഈ ഭാഗത്തും അതേപോലെ തന്നെ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കാം. മരക്കഷ്ണത്തിൻ്റെ തിക്നെസ് മാഗ്നറ്റ്സിനേക്കാളും കൂടുതലായിരിക്കണം. ഇനി കൂളിംഗ് ഫാന് പവർ കൊടുക്കാനായിട്ട് ഇതേപോലത്തെ ഒരു 12 വോൾട്ട് ഫീമെയിൽ സോക്കറ്റ് എടുക്കാം. അതിൻ്റെ ഈ ലെഗിലേക്ക് റെഡ് വയറും ഈ ലെഗിലേക്ക് ബ്ലാക്ക് വയറും സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. റെഡ് വയർ പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആണ്. ഇനി നമുക്ക് കൂളിംഗ് ഫാൻ ഓണും ഓഫും ചെയ്യാനായിട്ടൊരു സ്വിച്ച് വേണം. അത് നമുക്ക് ഏകദേശം ഈ ഭാഗത്ത് പിടിപ്പിക്കാം. അതിനായിട്ട് ഈ വയർ ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഈ കിട്ടിയ രണ്ട് വയറിൽ ഒന്ന് ഈ ലെഗിലും അടുത്തത് ഈ ലെഗിലും സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അങ്ങനെ സർക്യൂട്ടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി ഈ സ്വിച്ച് ഒന്ന് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്വിച്ച് നമുക്ക് ഇവിടെ പിടിപ്പിക്കാം. സ്വിച്ച് വെച്ച പോലെ തന്നെ നമുക്ക് ഈ ഫീമെയിൽ സോക്കറ്റും കൂളിംഗ് ഫാൻ്റെ ഈ ഭാഗത്ത് ഫിക്സ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ബാക്കി വന്ന വയറൊക്കെ ഞാനിവിടെ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂളിംഗ് ഫാന് പവർ കൊടുക്കാനായിട്ട് ഇതേപോലത്തെ 12 വോൾട്ട് അഡാപ്റ്റർ എടുക്കാം. അതിൻ്റെ മെയിൽ സോക്കറ്റ് കൂളിംഗ് ഫാൻ്റെ ഫീമെയിൽ സോക്കറ്റിൽ കണക്ട് ചെയ്യാം. അഡാപ്റ്റർ നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ഇനി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. കൂളിംഗ് ഫാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പീസാണ് ആവശ്യമുള്ളത്. അധികം തിക്നെസ് ആവശ്യമില്ല. അതിൻ്റെ ഒരു വശത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് നേരത്തെ ഉപയോഗിച്ച പോലത്തെ ഒരു നിയോഡിയം മാഗ്നറ്റ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.
ഈ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു നിയോഡിയം മാഗ്നറ്റ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കൂളിംഗ് ഫാൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളം കയറ്റി വെക്കാം. ഇനി ഈ മാഗ്നറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൂളിംഗ് ഫാൻ ഓൺ ചെയ്യാം. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒരു ചുഴി രൂപപ്പെടുന്ന കാണാൻ പറ്റുന്നുണ്ട്. സംഭവം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതാണ് ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഇവിടെ എങ്ങനെയാണ് ചുഴി രൂപപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് ഫാനിലെ നിയോഡിയം മാഗ്നറ്റും ഗ്ലാസ്സിനുള്ളിൽ കിടക്കുന്ന നിയോഡിയം മാഗ്നറ്റും തമ്മിൽ അട്രാക്റ്റഡ് ആണ്. അതുകൊണ്ട് കൂളിംഗ് ഫാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിനുള്ളിലെ നിയോഡിയം മാഗ്നറ്റ്സും ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റഡ് ആവും. അത് കാരണമാണ് ചുഴി രൂപപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.